പിണ്ടിമന TVJM ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം നടന്നു. പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടികളെ അനുമോദിച്ചു. കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ജെസ്സി സാജു പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. MLA ഷിബു തെക്കുംപുറം മുഖ്യാതിഥിയായിരുന്നു. പിണ്ടിമന TVJM ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം ആഘോഷമായി. പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ അനുമോദിച്ചു. പിണ്ടിമന സെന്റ് ജോൺസ് ചർച്ച് വികാരി ഫാദർ ജോൺ കോമയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ജെസ്സി സാജു ഉദ്ഘാടനം നിർവഹിച്ചു. ഒരുപാട് പുതുജീവനുകൾ തുടക്കം കുറിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ നിങ്ങൾ ഒരു തുടക്കത്തിലേക്ക് ഇന്ന് വന്നിരിക്കുകയാണ്. നമ്മുടെ ഇവിടെ ടീച്ചർ പറഞ്ഞതുപോലെ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുറെ കുട്ടികളെ ഇവിടെ ആദരിക്കുകയാണ്. അവർക്കൊരു മൊമെന്റ് കൊടുക്കുന്നത് ഒരു മൊമെന്റോയുടെ വിലയല്ല, മറിച്ച് അവർക്ക് കിട്ടുന്ന ഒരു ആദരവാണ്. ആ ആദരവ് വാങ്ങുവാൻ അവര് തയ്യാറായത് നിങ്ങളുടെ മാതാപിതാക്കളുടെ, നിങ്ങളുടെ അധ്യാപകരുടെ കയ്യൊപ്പോട് കൂടി നിങ്ങളുടെ കഠിനമായ പ്രയത്നത്തിന്റെ പരിണിത ഫലമാണ്. ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കും മെച്ചപ്പെട്ട വിദ്യ നേടി ഇതുപോലെ ആദരവ് ഏറ്റുവാങ്ങുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങൾക്ക് മുമ്പ് ഒരുപക്ഷെ ഈ സ്കൂൾ പൂട്ടിപ്പോകുമോ എന്നൊരു സാഹചര്യത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് നമ്മുടെ പിണ്ടിമന സെന്റ് ജോൺസ് പള്ളി ഈ സ്കൂൾ ഏറ്റെടുത്തത്. അന്നു മുതൽ ഈ പള്ളിയുടെ, ഈ സ്കൂളിന്റെ വിജയം എന്ന് പറയുന്നത് എത്രമാത്രമാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ സാമ്പത്തിക വർഷം 60,000 കുട്ടികൾ വിജയിച്ചപ്പോൾ ഈ സാമ്പത്തിക വർഷം വെറും 30,000 കുട്ടികളാണ് വിജയിച്ചത്. എന്നിരുന്നാലും 50% കഴിഞ്ഞ വർഷത്തിനേക്കാൾ വിജയ ശതമാനം കുറഞ്ഞു പോയിട്ടും നമ്മുടെ ഈ സ്കൂൾ 100% വിജയം കൈവരിച്ചു എന്നുള്ളത് അഭിമാനത്തോടെ പറയട്ടെ, മറിയൂഹാനോ മാബ്ദാനയുടെ അനുഗ്രഹം കൊണ്ടാണ് എന്ന് പറയുവാനും കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം SLCയുടെ റിസൾട്ട് ഒക്കെ വന്നതിന് ശേഷം ഒരു കുട്ടിയെ യൂട്യൂബിലൂടെ പരിചയപ്പെടാനിടയായി. എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ വലിയ പ്രസംഗമൊന്നും കേൾക്കാൻ താല്പര്യമുള്ളവരാണ് എന്നൊന്നും ഞാൻ മനസ്സിലാക്കുന്നില്ല. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായ ഒരു കാര്യം എനിക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റിയത് കൊണ്ടാണ് ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊന്നുമല്ല, ജിത എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ ജന്മം 2 കൈയും 2 കാലും ഇല്ലാതെയാണ് ആ കുട്ടി ജനിച്ചത്. നിങ്ങൾ ആരെങ്കിലും ഒക്കെ വായിച്ചോ കണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നെ ഏറെ ചിന്തിപ്പിച്ചു. ആ കുട്ടി പറയുകയാണ്, വളരെ സ്മാർട്ടായ കുട്ടി പറയുകയാണ്. ആ കുട്ടി പറഞ്ഞു, മാതാപിതാക്കൾ ഇരിപ്പുണ്ട്, സ്കൂളിലെ ഒരു ചടങ്ങിലെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. അപ്പോ ഒരു പക്ഷേ ഈ ഡോക്ടർ എന്റെ അപ്പനോടും അമ്മയോടും ചോദിച്ചിട്ടുണ്ടാകാം, ഡെലിവറി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കുണ്ടായ കുട്ടി ഒരു പെൺകുട്ടിയാണ്, 2 കൈയുമില്ല, 2 കാലുമില്ല, എന്ത് ചെയ്യണമെന്ന് ഒരു പക്ഷേ ഈ ഡോക്ടർ എന്റെ മാതാപിതാക്കളോട് ചോദിച്ചിട്ടുണ്ടാകാം. അങ്ങനെ ചോദിച്ചപ്പോൾ എന്റെ മാതാപിതാക്കൾ എന്നെ ഒരു നെഗറ്റീവായി കണ്ടിരുന്നു എങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ നിൽക്കില്ലായിരുന്നു. പക്ഷെ എന്റെ മാതാപിതാക്കൾ എന്റെ പോരായ്മയെ ഏറ്റെടുത്ത് എന്നെ ഇത്രത്തോളമാക്കി 10ാം ക്ലാസ് നല്ല വിജയ ശതമാനത്തോടെ ജയിച്ചിരിക്കുക. 8 A+ കൂടിയാണ് ആ കുട്ടി ജയിച്ചത്. ഈ കുട്ടി ഈ ആദരവ് ഏറ്റുവാങ്ങുന്ന സ്കൂളിൽ ഈ കുട്ടിയെ ചേർക്കുവാനായിട്ട് മാതാപിതാക്കൾ കൊണ്ടുചെന്നു. അവിടെ ചെന്നപ്പോൾ അവരാ കുട്ടിയെ ആ സ്കൂളിൽ ചേർക്കാൻ തയ്യാറായി. അവര് പറഞ്ഞു, കയ്യുമില്ല കാലുമില്ലാത്ത ഈ കുട്ടി മറ്റുള്ള കുട്ടികളുടെ ഒപ്പം ഇരിക്കുമ്പോൾ ആ കുട്ടിക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് ഈ കുട്ടിയെ നിങ്ങൾ ഭിന്നശേഷിയുള്ള ഒരു സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കണമെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. ഇന്ന് ആ കുട്ടിക്ക് 2 വെപ്പ് കാലും 2 കൈയും വെപ്പ് ഉണ്ട്. വളരെ നിരാശരായി
ഈ കുട്ടിയെ മറ്റൊരു സ്കൂളിലാക്കി പഠിപ്പിച്ചു. ഈ കുട്ടി നല്ല വിജയം കൈവരിച്ചു. ഈ സ്കൂളിന്റെ അടുത്താണ് ഈ കുട്ടി താമസിക്കുന്നത്. അവസാനം ഈ സ്കൂളിലെ PTAക്ക് ഒരു കുറ്റബോധമാണോ എന്താന്ന് എനിക്കറിയില്ല. ഈ അനുമോദന ചടങ്ങിലേക്ക് ഈ ഭിന്നശേഷിയായ കുട്ടി ഇത്രയും വിജയം കൈവരിച്ചതില് ആ കുട്ടിയെ കൂടി അഭിനന്ദിക്കുവാനായിട്ട് ക്ഷണിച്ചു. ആ കാര്യമാണ് ആ കുട്ടി യൂട്യൂബിലൂടെ അവതരിപ്പിച്ചത്. ആ കുട്ടി പറഞ്ഞത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നിങ്ങളെയൊക്കെ മാറ്റി നിർത്തുവാനും തള്ളിക്കളയുവാനും പോരായ്മ പറയുവാനും കുറ്റപ്പെടുത്തുവാനും പലരും ഉണ്ടാകും. ചേർത്ത് പിടിക്കുവാൻ ആരും തന്നെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ആരുമില്ലെങ്കിലും എന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് എന്റെ ധൈര്യമാണ്. MLA ഷിബു തെക്കുംപുറം മുഖ്യാതിഥിയായിരുന്നു. നമ്മളിന്ന് +1 പ്രവേശനോത്സവം എല്ലാ സ്കൂളുകളിലുമായി ആഘോഷിക്കുകയും ഈ +1ലേക്ക് കടന്നു വരുന്ന ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പടവുകൾ ചവിട്ടാനായി യോഗ്യരായ പ്രിയപ്പെട്ട എല്ലാ മക്കൾക്കും എല്ലാവിധ നന്മകളും എല്ലാവിധ ആശംസകളും ഞാൻ പ്രത്യേകമായി അർപ്പിക്കുകയും ജീവിതത്തിൽ ഉന്നതമായ വിജയം നേടുവാൻ കൂടുതൽ ആവേശത്തോടുകൂടി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. നമുക്കറിയാവുന്ന +1 പ്രവേശനം ഏറ്റവും നിർണായകമായ വിദ്യാഭ്യാസത്തിന്റെ ഒരു കാലഘട്ടം. നമ്മൾ 10ാം ക്ലാസ് വരെ പഠിച്ചു. അതിനുശേഷം പരീക്ഷയിൽ ഉന്നതമായ വിജയം നേടിയതിനു ശേഷമാണ് 2 വർഷത്തെ കോഴ്സിന് നമ്മൾ ഇന്ന് +2 വിദ്യാഭ്യാസത്തിന് യോഗ്യരായി തീർന്നിരിക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും നിർണായകവും ഏറ്റവും കൃത്യതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ട 2 വർഷങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. അറിവിന്റെ കാര്യത്തിൽ, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ, സ്വഭാവ ഗുണത്തിന്റെ കാര്യത്തിൽ, മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്ന കാര്യത്തിലൊക്കെ വലിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ട 2 വർഷങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന 2 വർഷങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ 2 വർഷങ്ങൾ നമുക്ക് കൃത്യമായി വലിയ ലക്ഷ്യത്തോടു കൂടി നമ്മളിൽ അർപ്പിച്ചിട്ടുള്ള വലിയ ഉത്തരവാദിത്തങ്ങൾ പ്രിയപ്പെട്ട മക്കൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് വലിയ വിജയങ്ങൾ നേടുവാനായിട്ട് കഴിയും. സ്കൂൾ മാനേജർ ഏലിയാസ് ജോർജ് അധ്യക്ഷത വഹിച്ചു. പിണ്ടിമന പഞ്ചായത്ത് പ്രസിഡന്റ് KP ജോർജ് വിജയികളെ അനുമോദിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് എമിലി കുര്യാക്കോസ് ആമുഖ പ്രഭാഷണം നടത്തി. പിണ്ടിമന സെന്റ് ജോൺസ് ചർച്ച് സഹവികാരി ഫാദർ സജി മാത്യു അറമ്പൻകുടി, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വിജോയ് P ജോസഫ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലത ഷാജി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിബി ജെയിംസ്, പിണ്ടിമന സെന്റ് ജോൺസ് ചർച്ച് ട്രസ്റ്റിമാരായ വിൻസെന്റ് സി തോമസ്, MT സ്കറിയ, സ്കൂൾ ബോർഡ് പ്രസിഡന്റ് സ്കറിയ കുര്യാക്കോസ്, സെക്രട്ടറി പോൾസൺ പീറ്റർ, PTA പ്രസിഡന്റ് ഏലിയാസ് മാത്യു, MPTA പ്രസിഡന്റ് ബെസി ഷിബു, ഹെഡ് മിസ്ട്രസ് നീത പോൾ, സ്റ്റാഫ് പ്രതിനിധി സ്വപ്ന ബേബി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.